നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. PC ജോർജ് BJP-യിലേക്ക് എത്തിയിരിക്കുന്നു. കൃത്യമായ തീരുമാനങ്ങളോടെയാണ് PC ജോർജ് BJP-യിൽ എത്തിയതെന്ന് വ്യക്തം. PC ജോർജ് മാത്രമല്ല, മകൻ ഷോൺ ജോർജും BJP-യിലേക്ക് എത്തി. ആ പാർട്ടി തന്നെ, അതായത് ജനപക്ഷം എന്ന പാർട്ടി തന്നെ BJP-യിലേക്ക് ലയിക്കുകയായിരുന്നു. നേരത്തെയും PC ജോർജ് BJP-യുടെ തന്നെ ഭാഗമായിരുന്നു. BJP-യുടെ ഭാഗം എന്ന് പറയുമ്പോൾ NDA-യുടെ ഭാഗമായിരുന്നു. കേരളത്തിൽ NDA-യോടൊപ്പം നിന്ന ആൾ തന്നെയാണ് PC ജോർജ്. ഇടയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം കുറച്ചു കാലം PC ജോർജ് വിട്ടുനിന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും PC-യുടെ നിലപാടുകളെല്ലാം BJP-ക്ക് ഗുണകരമായ രീതിയിൽ തന്നെയായിരുന്നു അന്നും ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ PC ജോർജിന് ഇപ്പോൾ BJP-യിലേക്ക് എത്തുമ്പോൾ വലിയ സ്വീകാര്യതയാണ് BJP പ്രവർത്തകരും മറ്റുള്ളവരും നൽകുന്നത്. ഇന്ന് PC ജോർജ് 3 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ BJP-ക്കാർ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കി കാത്തിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും PC ജോർജ് എത്തുന്നതോടുകൂടി PC ജോർജിനെ നമുക്കറിയാം, പൂഞ്ഞാറിൽ MLA ആയിരുന്ന ആളാണ്. കഴിഞ്ഞ തവണ മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ പോലും അദ്ദേഹം ജയിച്ച് കയറിയ ഒരാളാണ്. നല്ല വോട്ട് ബാങ്കുള്ള ഒരാളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ ഷോൺ ജോർജ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ഷോൺ ജോർജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ PC-യുടെ ചില നിലപാടുകളൊക്കെ പലപ്പോഴും പല വിഭാഗങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഒരുപക്ഷെ കഴിഞ്ഞ തവണ PC ജോർജ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. എങ്കിൽ പോലും PC ജോർജിനേക്കാൾ ഉപരി കുറച്ചുകൂടി പക്വതയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഒരു നിലവാരത്തിലേക്കാണ് ഇപ്പോൾ ഷോൺ ജോർജ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. മാത്രമല്ല, ഷോൺ ജോർജിന് ഇപ്പോൾ മറ്റൊരു വീരപരിവേഷം കൂടി കിട്ടിയിരിക്കുന്നു. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ കേസ് നൽകിയിട്ടുള്ളതും PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ്. അങ്ങനെ ഒരു വലിയ വിപ്ലവത്തിന്, അതായത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളെല്ലാം തന്നെ ഷോൺ ജോർജിന്റെ പരാതിയുടെ പുറത്തുണ്ടായതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, അനാവശ്യമായി സംസാരിക്കാത്ത, വളരെ വൃത്തിയായി വളരെ പക്വതയോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭാവി, അടുത്ത തലമുറയിൽ അദ്ദേഹത്തിന് ഒരു വലിയ രാഷ്ട്രീയ ഭാവി ജനങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. മാത്രമല്ല, ഹൈക്കോടതിയിലെ അഭിഭാഷകൻ കൂടിയാണ് ഷോൺ ജോർജ്. ഏതായാലും ഷോൺ ജോർജും PC ജോർജും എത്തുമ്പോൾ കുറച്ചെങ്കിലും ആൾക്കാരെ BJP-യിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് PC ജോർജിന്റെയും അതുപോലെ തന്നെ BJP-യുടെയും ഒക്കെ പ്രതീക്ഷ. ഏതായാലും അടുത്ത തിരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ ലഭിക്കുമെന്നൊക്കെയാണ് PC ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് PC ജോർജ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെയെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷോൺ ജോർജ് മത്സരിക്കാനുള്ള സാധ്യതകൾ ഏറുകയാണ്. ഏതായാലും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നേരത്തെ ജനപക്ഷമായി നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ PC BJP-യിലേക്ക് തന്നെ ചേരുകയാണ്. ഇനി BJP-യുടെ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി ചുമതല ഷോൺ ജോർജിനും അതുപോലെ തന്നെ PC ജോർജിനും ഒക്കെ ലഭ്യമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത് നല്ല തഴക്കവും വഴക്കവും വന്ന ഒരാൾ തന്നെയാണ് PC ജോർജ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തുറന്നു പറയുന്ന സ്വഭാവം, മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന് പറയാതെ ചിലപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ അദ്ദേഹത്തിന് ചിലപ്പോഴെങ്കിലും വിനയായിട്ടുണ്ട് എന്നുള്ളത് വളരെ വാസ്തവമായ കാര്യം തന്നെയാണ്. എങ്കിലും PC BJP-യിലേക്ക് എത്തുമ്പോൾ BJP-ക്ക് പ്രതീക്ഷകൾ ഏറുകയാണ്, പ്രത്യേകിച്ച് പത്തനംതിട്ട മണ്ഡലത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മോദിക്ക് പിന്തുണ കൊടുക്കണമെന്നാണ് പാർട്ടി തീരുമാനമെന്നാണ് PC ജോർജ് പറഞ്ഞത്. അങ്ങനെയാണ് അദ്ദേഹം BJP-യിൽ എത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായേക്കും എന്നും ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട്. PC ജോർജിന്റെ നേതൃത്വത്തിലുള്ള ജനപക്ഷം പാർട്ടിയാണ് BJP-യിൽ ലയിച്ചിട്ടുള്ളത്. BJP-യുടെ ഡൽഹിയിലെ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ PC ജോർജും മകനും BJP-യുടെ അംഗത്വം സ്വീകരിക്കുകയായിരുന്നു. പ്രകാശ് ജാവദേക്കറിൽ നിന്നാണ് ഇരുവരും അംഗത്വം സ്വീകരിച്ചത്. കേന്ദ്രമന്ത്രി V മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. BJP-യിൽ അംഗത്വം എടുത്ത ശേഷം PC ജോർജ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. പത്തനംതിട്ട ലോക്സഭാ സീറ്റിലായിരിക്കും അദ്ദേഹം മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി NDA അനുകൂല നിലപാടുകളായിരുന്നു PC ജോർജിന്റെ ഭാഗത്തു നിന്നും, PC ജോർജിന്റെ ജനപക്ഷം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് തന്റെ ചുമതല എന്നും പാർട്ടി അണികളുടെ അഭിപ്രായം അതാണെന്നുമാണ് BJP-യിൽ ചേർന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു. സീറ്റൊന്നും പ്രശ്നമല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. BJP-യിൽ ചേരുക എന്ന അഭിപ്രായം വന്നാൽ സീറ്റിന്റെ കാര്യങ്ങൾ BJP അല്ലേ നിശ്ചയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. BJP മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്നുമാണ് PC ജോർജ് പറയുന്നത്. അച്ചടക്കമുള്ള, അനുസരണയുള്ള ഒരു പാർട്ടി പ്രവർത്തകരായി തുടരുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ PC ജോർജ് നൽകുന്നത്. ഏതായാലും PC ജോർജും ഷോൺ ജോർജും ജനപക്ഷം പാർട്ടിയും ഇപ്പോൾ BJP-യിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. NDA-യിലല്ല, BJP-യിലേക്ക് എത്തിയിരിക്കുന്നു. BJP-യുടെ ഭാഗമായി, BJP നേതാവായി PC ജോർജ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.